PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുക. PSC നിയമനത്തിൽ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. PSC നിയമന ക്രമക്കേടിൽ സമഗ്ര അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ഒരു SPയും DYSPയും ഉൾപ്പെടുന്ന സംഘമായിരിക്കും ക്രമക്കേട് പരിശോധിക്കുക. നിയമന രേഖകൾ വൈകാതെ പരിശോധിക്കും. PSC ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ തേടും. പല നിയമനങ്ങളിലും ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും. അത് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSC നിയമന ക്രമക്കേടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, തൊഴിൽരഹിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം PSCയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് PSCയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശക്തമായ നടപടികൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകും. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉന്നത തസ്തികകളിലേക്ക് ഉൾപ്പെടെ നടത്തിയ പരീക്ഷയാണ് വിവാദമായത്. PSC ആഭ്യന്തര അന്വേഷണം നടത്തി തലയൂരാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ സമഗ്ര അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.